10 വർഷത്തിലേറെയായി ശബരിമലയിൽ വാവരുസ്വാമിയുടെ പ്രതിനിധിയായ വായ്പൂര് വെട്ടിപ്പിളാക്കൽ അബ്ദുൾ റഷീദ് മുസലിയാർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു പ്രായം. കാഞ്ഞിരപ്പള്ളി കുന്നേൽ ഗവൺമെന്റ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 7:30 അന്ത്യം സംഭവിച്ചത്. ഖബറടക്കം ഇന്ന് 11 വായ്പൂര് പഴയപള്ളി ഖബർസ്ഥാനിൽ നടക്കും. നാനാജാതി മതസ്ഥർ എത്തുന്ന ശബരിമല മതേതരത്വത്തിന്റെ മുഖമുദ്രയാണ്. അർത്തുങ്കൽ പുണ്യാളന് കാണിക്ക അർപ്പിച്ചു വാവരുസ്വാമിയെ കണ്ട് തൊഴുതാണ് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ ശബരിമല ദർശനം നടത്തുന്നത്. ശബരീശ ദർശനത്തിനായി എത്തുന്ന ഓരോ തീർത്ഥാടകരും വാവരു നടയിൽ എത്തുമ്പോൾ അവിടെ ചിരപരിചിതമായ ഒരു മുഖം അവരെ വരവേൽക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി വാവരു നടയിലെ കാരണവരായ അബ്ദുൾ റഷീദ് മുസ്ലിയാരുടെ മുഖം. ആ മുഖമാണ് ഇതോടെ ഓർമ്മയാകുന്നത്. ജാതി മതങ്ങൾക്ക് അതീതമായി മനുഷ്യൻ ഒന്നാണ് എന്ന സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശമാണ് ശബരിമല സന്നിധാനത്ത് നാം കാണുന്നത് എന്ന് വാവരുസ്വാമി നടയിലെ കാരണവർ VS അബ്ദുൾ റഷീദ് മുസലിയാർ പറഞ്ഞിരുന്നു. ശബരിമലയിൽ നിന്ന് ഒരുമിച്ചേ മടങ്ങൂ എന്ന് പരസ്പരം ഉറപ്പിച്ച് മുഖാമുഖമിരിക്കുന്ന സ്വാമി അയ്യപ്പന്റെയും അമീർ ഖാദി ബഹദൂർ വാവർ മുസ്ലിയാർ എന്ന വാവരുസ്വാമിയുടേതും സവിശേഷമായ ഒരു സ്നേഹബന്ധമായിരുന്നു. വാവർ ഒരു മുസ്ലിം സിദ്ധനും അയ്യപ്പന്റെ ഒരു വിശ്വസ്ത മിത്രവുമാണ്. ശബരിമലയിൽ വാവരു പ്രതിഷ്ഠ വളരെ പ്രാചീന കാലം മുതൽക്കേ ഉള്ളതാണ്. എരുമേലിയിലെ വാവരു പ്രതിഷ്ഠ കൂടാതെ ശബരിമലയിൽ 18ാം പടിക്ക് താഴെയും വാവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വാവരു നടയിലെ പൂജകൾ വാവരുസ്വാമിയുടെ ശേഷക്കാരായ കുടുംബക്കാരാണ് നടത്താറ്. വാവരു ബാവ മുസ്ലിയാരുടെ പൂർവികന്മാർ പാണ്ടിനാട്ടിൽ നിന്ന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപാണ് ചങ്ങനാശ്ശേരി താലൂക്കിൽ ഉൾപ്പെട്ട കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് കുടിയേറിപ്പാർക്കുകയും പിന്നീട് വായ്പൂർ എന്ന സ്ഥലത്തേക്ക് താമസമാക്കുകയും ചെയ്തത്. വാവരും അയ്യപ്പനുമായി ബന്ധപ്പെട്ട പല കഥകളും പ്രചാരത്തിലുണ്ട്. അയ്യപ്പൻ പന്തളം രാജാക്കന്മാരെ സേവിച്ചു കഴിയവേ പുലിപ്പാൽ കൊണ്ടുവരാൻ അയച്ചപ്പോൾ വാവരുസ്വാമിയും കൂടെ വനത്തിലേക്ക് പോയി. അയ്യപ്പനും കൂട്ടുകാരനും യാതൊരു കുഴപ്പവും കൂടാതെ കാര്യം സാധിച്ചു തിരിച്ചെത്തി. ശബരിമലയിൽ ഈ യാത്രാസ്മാരകമായി അയ്യപ്പന്റെ നാമത്തിൽ ക്ഷേത്രം പ്രതിഷ്ഠിച്ചപ്പോൾ വാവരുസ്വാമിയും അയ്യപ്പനുമായുള്ള ബന്ധം അംഗീകരിച്ചു. വാവരുസ്വാമിക്ക് ഒരു ആരാധനാ സ്ഥലം എരുമേലിയിൽ സ്ഥാപിച്ചു. അവിടെ നിന്നാണ് തീർത്ഥയാത്രക്കാർ വനത്തിൽ കൂടെയുള്ള ഭക്തി സംവർദ്ധകമായ യാത്ര തുടങ്ങുന്നത്. അയ്യപ്പനും വാവരുസ്വാമിയുമായുള്ള ഉറ്റബന്ധത്തിന്റെ അടയാളമായി മറ്റൊരു ആരാധനാ മന്ദിരം ശബരിമല ക്ഷേത്രത്തിന്റെ മുൻപിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വാവരുടെ കഥകളെക്കുറിച്ച് കെവാക്കി വിദുചിയ എന്ന അറബി ഗ്രന്ഥത്തിൽ വിശദമായ ചില പ്രസ്താവനകളുണ്ട്. പരശുരാമകൽപ്പം, വാവരു മാഹാത്മ്യം എന്നിങ്ങനെ ചില ഗ്രന്ഥങ്ങളിലും വാവരുടെ അപദാനങ്ങളെ സ്പർശിച്ച പ്രസ്താവനകളുണ്ട്. അയ്യപ്പനോട് പലതവണ മത്സരിച്ച് യുദ്ധം ചെയ്യുകയും പിന്നീട് സഖ്യം ചെയ്ത് സഹചാരിയായി തീരുകയും ചെയ്ത ഒരു വിശ്വസ സുഹൃത്ത് എന്ന നിലയിലാണ് അയ്യപ്പൻ പാട്ടുകളിൽ വരെ വാവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആഴത്തിൽ ചിന്തിച്ചാൽ എല്ലാ മതങ്ങളും ഒന്നാണ്. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഭാവങ്ങളാണ് മതങ്ങൾ. അതിലും വലിയ സ്നേഹത്തിന്റെ ഭാവങ്ങളാണ് ദൈവങ്ങൾ. മറ്റു മതത്തെപ്പറ്റി അതിന്റെ ആചാര മര്യാദകളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി സംസാരിച്ചാൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഭിഷഗ്വരനും മാന്ത്രികനുമായിരുന്ന വാവരുടെ എരുമേലി വായ്പൂരിലെ വെട്ടിപ്പിളാക്കൽ കുടുംബത്തിന്റെ കാരണവരായിരുന്നു ഇദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിലേറെ വാവർ നടയിൽ തീർത്ഥാടകർക്ക് വാവരുടെ പ്രസാദവും അനുഗ്രഹവും നൽകി വന്നിരുന്നു. 60-ലേറെ വർഷമായി അദ്ദേഹം സ്ഥിരമായി ശബരിമലയിൽ എത്താറുണ്ട്. വാവരുടെ പ്രസാദം കുരുമുളകും കൽക്കണ്ടവും ഏലക്കയും ജീരകവും ചുക്കും അരി വറുത്തുപൊടിച്ചതും ചേർത്ത ഔഷധമാണ്. ഭസ്മവും ജപിച്ച ഉറുക്കും വാവർ നടയിൽ നൽകാറുണ്ട്. തീർത്ഥാടകർ കുരുമുളകും നവധാന്യങ്ങളും കൽക്കണ്ടവും കാണിക്കയായി ഇവിടെ അർപ്പിക്കുന്നു. എന്നെ കാണാൻ വരുന്നവർ വാവരെ കണ്ടിട്ടേ മടങ്ങാവൂ എന്ന അയ്യപ്പന്റെ നിർദ്ദേശമാണ് ഇവിടെ ഭക്തർ പാലിക്കുന്നത്. എരുമേലി വാവര് പള്ളിയിൽ ദർശനം നടത്തുന്നത് ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമാണ്. 16 വർഷം മുൻപ് സിദ്ദിഖ് മുസ്ലിയാരുടെ മരണത്തെ തുടർന്നാണ് വെട്ടിപ്പിളാക്കൽ കുടുംബത്തിലെ മുതിർന്ന അംഗം എന്ന നിലയിൽ അബ്ദുൾ റഷീദ് മുസ്ലിയാർ വാവര് നടയിലെ മുഖ്യകർമ്മിയുടെ സ്ഥാനം ഏറ്റെടുത്തത്. ഫൈസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് രക്ഷാധികാരിയും ആയി സേവനം ചെയ്തു വരികയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.